ഡാ എല്ലാം നോക്കിയും കണ്ടും എടുത്തു വെച്ചേക്കണം കേട്ടോ. 2 കൊല്ലത്തിനുള്ള അച്ചാറും മിച്ചറുമൊക്കെ അതിൻ്റെ അകത്തുള്ളത്. അതെങ്ങാനും തീർന്നെങ്ങാനും പോയി കഴിഞ്ഞാൽ ആ കാരണവും പറഞ്ഞുകൊണ്ട് അവനത് വരും 2 കൊല്ലം പൂർത്തിയാക്കുന്നതിന് മുമ്പ്. അവൻ വന്നോട്ടെ, അവൻ്റെ വീടല്ലേ. അങ്ങർക്കവൻ തിരിച്ചു വരുന്ന പ്രശ്നം. കാലമാടെ അവിടെ നിന്നുള്ള പണത്തിൻ്റെ വരവ് നിന്നാ പിന്നെ അന്തസ് പോലും. സ്വന്തം വീട്ടിൽ അന്യനെ പോലെ അവൻ. സത്യം പറഞ്ഞാൽ നിർത്തി വരണമെന്നൊക്കെ അവൻ ആഗ്രഹം ഉണ്ടാ. ഈ കോപ്പനെയൊക്കെ പേടിച്ച് അവൻ വരാത്തെ. കുടുംബത്തിൻ്റെയും പെങ്ങന്മാരുടെയൊക്കെ പ്രശ്നം അവൻ തീർത്തില്ലേ? ഇനിയെങ്കിലും അവന് സ്വന്തം ജീവിതം നോക്കി ഇവിടെ ഒന്ന് ജീവിച്ചാൽ പോരെ. അവനോട് പറഞ്ഞു പറഞ്ഞ് മടുത്തു. നമുക്കും ഇല്ലടാ അവൻ്റെ കാര്യത്തിൽ സങ്കടം. അവൻ ഇനി എന്തേലും ചെയ്യട്ടെ. നീ അതിൻ്റെ അകത്ത് എന്നാടുക്കുവാടാ? കെട്ടിയോളോട് കിന്നാരവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഫ്ലൈറ്റിന് പോകാൻ സമയമായി. ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെ രണ്ടിൻ്റെയും സംസാരം. സമയമായി. അപ്പം ഞാൻ ഇറങ്ങട്ടെ, നീയും പുറത്തേക്കോ. ഞാനൊന്നുമില്ല. എൻ്റെ വാക്കിന് വിലയില്ലാണ്ട് വീണ്ടും പോവല്ലേ. ഇവിടെ നിൽക്കാൻ എനിക്കും ആഗ്രഹമില്ലായിട്ടാണ്. ഒരിക്കൽ പോയവരെ നിർത്താൻ പറ്റത്തില്ല. നിനക്കും അറിയാവുന്നതല്ലേ. ഇത് തന്നെയല്ലേ കഴിഞ്ഞ 14 വർഷമായിട്ട് ഞാനും പറയുന്നേ. എല്ലാരെയും ഒരു കരക്കാക്കിയില്ലേ? ഇനിയെങ്കിലും സ്വന്തം ജീവിതം നോക്കി നാട്ടിൽ നിന്നൂടെ നിങ്ങൾക്ക്? ഇത്തവണ ഞാൻ ഉറപ്പിച്ചാൽ പോകുന്നത്. നീ റിസൈൻ ചെയ്ത് തിരിച്ചു വരത്തുള്ളൂ. നീ ഒരു പോക്കുണ്ടാവത്തില്ല. ഉറപ്പ്. ഞാൻ ഇറങ്ങട്ടെ. വേഗം ഇറങ്ങിക്കോ, ഫ്ലൈറ്റ് മിസ്സാക്കണ്ട. ആ ശരി, ഞാൻ ചെന്നിട്ട് വിളിക്കാം. വേണ്ട, ധൃതി ഒന്നുമില്ല. നാളെ തന്നെ ഡ്യൂട്ടിക്ക് കയറിക്കോ. എനിക്ക് ക്ഷീണവാ, അല്ലെ വീട്ടിലെ കാര്യം ഓർത്തൊരു സങ്കടവാ എന്നൊക്കെ പറഞ്ഞ് നാളെ ലീവ് ഒന്നും എടുക്കണ്ട. ഒരു ദിവസത്തെ ശമ്പളം വെറുതെ കളയണ്ട കേട്ടോ. ബാഗ് 2 കയറ്റിയോ? പെട്ടിയെ കയറ്റി വെച്ചടാ. നീ വേഗം ഇറങ്ങിക്ക്, സമയം കളയാതെ. നീ മുന്നിൽ കയറിയാൽ മതി കേട്ടോ. അവൻ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്നാ പോവാം. എടാ നീ സമയം കളയാതെ വണ്ടി എടു. ഈ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. നെടുമ്പാശ്ശേരി വരെ ഓടിച്ചെല്ലാനുള്ള. വണ്ടി നിർത്തടാ. എന്നാടാ, എന്നാ പറ്റി? നിന്നോടാ വണ്ടി നിർത്താൻ പറഞ്ഞേ. വെളിയാക്കടാ. എടാ എന്നെ കാര്യം പറ. അവനെ വിട്ടേ, അവനെ വിട്ടേ. നിനക്ക് ഇത് എന്നാ പറ്റി? നിനക്കൊക്കെ നീ അങ്ങോട്ട് മാറിയേ. നീ ഇടപെടണ്ട. എടാ നീ കാര്യം പറഞ്ഞിട്ട് എന്ത് വേണം അയക്കൂ. എടാ ഞാൻ നിന്നേക്കാരെ കൂടപ്പുറമായിട്ടുള്ള ഓർമ്മ വെച്ച കാലം മുതൽ കണ്ടിട്ടുള്ളൂ. അതിനിപ്പോ എന്നാ പറ്റി? എടാ നീയൊക്കെ എന്നെ ഈ പ്രാന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ഇങ്ങനൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. സങ്കടം വരുന്നുണ്ട് കേട്ടോ മറ്റവന്മാര്. എടാ ഞാനില്ലാത്തപ്പോൾ എൻ്റെ വീടും വീട്ടുകാരും സ്വന്തം പോലെ നോക്കണ്ട ആരാ? എടാ അതിന് എന്തെങ്കിലും മാറ്റം ഞങ്ങൾ ഇതിനായിട്ടും വരുത്തിയിട്ടുണ്ടോ? സംശയം ഉണ്ടോ? നിന്റെ വീട്ടുകാരെ വിളിച്ച് ചോദിക്കും. ഇവൻ പറയട്ടെ. ഇവനാണല്ലോ എൻ്റെ തിരിച്ചു നോക്കി ഇപ്പം നേട്ടമുള്ളത്. നേട്ടോ? നീ പോകുന്നതിന് എനിക്ക് തന്നെയാണോ നേട്ടം? നേട്ടം കണ്ടാ ഞാൻ. എൻ്റെ ശല്യം ഒഴിവായപ്പോൾ സന്തോഷിക്കാൻ 2 വഞ്ചകരായി. എടാ നീ ഒന്ന് തെളിച്ചു പറ, നീ എന്നാ കണ്ടെന്നാ? എൻ്റെ ചങ്ക് കൂട്ടുകാരൻ ഇവനും എൻ്റെ ഭാര്യയും ഞാൻ പോകുന്നത് ഇന്ന് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. എന്നാ കാര്യം? അവൻ കണ്ടെന്ന് തോന്നുന്നു. ബെസ്റ്റ്. അതാണോ കാര്യം? ഓ, അപ്പം 2 പേരും ഉണ്ട് കഥയിൽ. ഞാൻ ഔട്ട്. ഓർമ്മ വെച്ച് നാളെ മുതൽ തുടങ്ങിയ കൂട്ടല്ലടാ നമ്മൾ. അങ്ങനെയുള്ള ഞങ്ങൾ നിന്നെ വഞ്ചിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പൊട്ടനാണല്ലോ അല്ലേ? നേരത്തെ കണ്ടതെൻ്റെ പൊട്ടത്തരം കൊണ്ട് തോന്നിയതാവും. എടാ ഞാൻ പറഞ്ഞ സമാധാനമായിട്ടൊന്ന് കേൾക്ക്. നീ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ പെണ്ണിന് വിഷം വരുന്നതിന് ഞങ്ങൾക്കും വിഷമമുണ്ട്. എടാ നമ്മൾ ചങ്കുകളാന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആണോ? അവളെ ഞങ്ങൾ എത്ര തവണ പറഞ്ഞാലും നീ കേൾക്കില്ല. പിന്നെയും നീ പോവും. നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല.
പ്രവാസികൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുണ്ടാക്കുന്നേ നിങ്ങൾ പ്രവാസികൾ തന്നെയാ. ഇത്തവണ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. അത് നിന്റെ കെട്ടിയോടും പറഞ്ഞു. എന്തു വന്നാലും സ്വന്തം ആങ്ങളമാരെ പോലെ കൂടെ ഉണ്ടാവാൻ നമുക്ക് ഞങ്ങൾ വാക്കും കൊടുത്തു. നീ ഒന്ന് കാര്യം പറഞ്ഞു തോലയ്ക്ക്. ദാ ഞാൻ പറയാം, നീ ഇപ്പൊ പോകുന്നേ വിമാനം കയറി വീണ്ടും പ്രവാസിയാകാനല്ല. പ്രവാസിയായില്ലെങ്കിൽ പിന്നെ നീ എനിക്ക് ഇലവിന് വരുമോ? ചെലവിന് ഞങ്ങളുടെ കൂടെ പണിക്ക് വരണം. നിനക്കും കുടുംബത്തിനും ജീവിക്കാനുള്ളേ ഇവിടെ ഉണ്ടാവും. പിന്നെ സമാധാനവും കിട്ടും. നീ ഇന്ന് കണ്ടതേ ഞാനും അവളും തമ്മിലുള്ള അവിഹിതമൊന്നുമല്ല. അത്രയ്ക്ക് നാറിയാണ് ഞാൻ തോന്നുന്നുണ്ടോ നിനക്ക്? പിന്നെ ഞാനിപ്പോൾ കണ്ടതൊക്കെ എന്നതാ, നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. കൊന്നോ? അതിനു മുമ്പ് നിന്റെ ബാഗിൽ പാസ്പോർട്ട് ഉണ്ടോന്ന് നോക്കി. അതല്ലാത്തവനത്തെ പോലെ അവൾ തന്നെ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നെ ഒഴിവാക്കി കിട്ടുന്നത് അവരുടെ ആവശ്യമാണല്ലോ. എന്നാലേ അത് വായിലില്ല. കേൾക്കുമ്പോൾ ദേഷ്യം വരും. എന്നാലും കേട്ടോ, നിന്റെ പാസ്പോർട്ട് എടുത്ത് നിന്റെ കെട്ടിൽ കത്തിച്ച് കളഞ്ഞു. എടാ നീയൊക്കെ എന്നതായി പറയുന്നേ? പിള്ളകളിയല്ല എടാ, എനിക്ക് പോവാതെ പറ്റത്തില്ല. നീ എവിടെയും പോകുന്നില്ല. ഇന്ന് നമ്മൾ കൊച്ചി മൊത്തം കറങ്ങും. രാത്രിയെ വീട്ടിൽ ചെല്ലും. എത്ര നാളാടാ നിന്റെ തിരിച്ചുപോക്കിന് ടെൻഷനില്ല നമ്മൾ ട്രിപ്പ് പോയിട്ട്. നീ എന്നോട് പറഞ്ഞിട്ടില്ലേ, ലീവ് കഴിഞ്ഞങ്ങ് പോകുമ്പോൾ വിമാനത്തിൽ നിന്ന് എടുത്ത് ചാടിയിട്ടാണെങ്കിലും പെട്ടെന്ന് വീട്ടുകാരുടെ അടുത്തെത്തണമെന്നൊക്കെ ഒരു തോന്നൽ വരാറുണ്ടെന്നൊക്കെ. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ബാത്റൂമിൽ കയറിയിട്ട് പൈപ്പുകൾ ഇങ്ങനെ തുറന്നു വെച്ച് ആരും കാണാതെ പട്ടിയെ പോലെ കരഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ എത്തണമെന്ന് നിനക്ക് തോന്നുന്നൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? ആ ദിവസമാടാ ഇന്ന്. നീ ചങ്ക് പറയുന്ന വേദനയായിട്ടല്ലേടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തിരിച്ച് ആ വീട്ടിലേക്ക് ചെല്ലുന്ന സന്തോഷത്തിനേക്കാൾ വേറെ എന്തെങ്കിലും ഉണ്ടെ പറ, അത് സാധിച്ചു തരും. ദേ ഞാൻ ഇവനും. എടാ കരച്ചിൽ വേദന കേട്ടോടാ. എടാ നീ ഇപ്പൊ കരയണ്ട. നമ്മുടെ കൊച്ചിയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നെക്കാത്ത് ഒരു തീരുപ്പുണ്ട്. കരച്ചിലൊക്കെ അവിടെ ചെന്നായിരിക്കും.